ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയോ? ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, സ്കൂളിൽ പോയ ദിവസമല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ദിവസമാണ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. ഇന്ന് മിസ്സിനും കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്താണ് ഇന്ന് പരിപാടി അല്ലേ, എന്താണ് ഹാപ്പി ന്യൂസ് എന്താണെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ജെയിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ്. നമ്മുടെ സൈലത്തിലെ ദേവ് എന്ന് പറയുന്ന കുട്ടിക്ക് 3rd റാങ്ക് നമ്മുടെ ജെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജെയ് എന്താണെന്ന് അറിയാത്ത മക്കൾക്ക് വേണ്ടി ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എഞ്ചിനീയറിംഗും ഡോക്ടറൊക്കെ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ, ആ ജോലിയൊക്കെയാണ് ഭാവിയിൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുക ആണെങ്കിൽ അതിന് എഴുതേണ്ട കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതുപോലെയുള്ള നീറ്റ് ജെയ് പോലുള്ള എക്സാം എഴുതിയാലാണ്, അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എക്സാമാണ് ഈ ജെയ് എന്ന് പറയുന്നത്. അതിലെ റിസൾട്ട് ആണ് 3ാമത്തെ റാങ്ക് ആണ് നമ്മുടെ സൈലത്തിലെ മക്കൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ, എത്രയും ഒരുപാട് മക്കൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്. അതിൽ നിന്ന് 3ാമത്തെ റാങ്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഹാപ്പി ന്യൂസ് അല്ലേ? സൈലത്തിലുള്ള നിങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു കാര്യമാണല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കാതെ നമ്മുടെ ഡ്രീം എന്തോ അത് മനസ്സിലാക്കി അതിനുവേണ്ടി ഫുൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാവട്ടെ. പുതിയൊരു അക്കാഡമിക് ഇയർ ആണ്, പുതിയൊരു വർഷത്തിലോട്ട് കടക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളെ മക്കൾ നിങ്ങൾ എല്ലാവരും മിസ്സിന് അറിയാം. അപ്പോൾ അതിനൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മിടുക്കരായിട്ട് പോസിറ്റീവായി ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. സോ നല്ലൊരു അക്കാഡമിക് ഇയർ ആവാൻ വേണ്ടിയിട്ട് ആശംസിക്കുന്നു. അതേപോലെ ഇതുപോലെയുള്ള അച്ചീവ്മെന്റ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.